12 അപ്പം 2 മുട്ടക്കറി 2 ബുസ 2 പാല് 2 പഴം. 14 റുപ്യ 50 പൈസ. എന്റെ പറ്റിലെഴുതിക്കോ തങ്കമണി. പറ്റിലെഴുതി ഈ തല്ലിപ്പൊളികൾ എന്നെ പറ്റിക്കാണല്ലോ എന്റെ ഗുരുവായൂരപ്പാ. ദീസ് പീപ്പിൾ ആർ ക്രെഡിറ്റിംഗ് മീ. ഈ കുന്തവിടെ തൂക്കിയാലെങ്കിലും കടം പറയില്ല എന്ന് കരുതി. ഇപ്പൊ കടവും അപകടവും രണ്ടും എനിക്ക് തന്നെയാ. പിന്നെ എന്തൊട്ട് കോപ്പിനായത്. കുഞ്ഞുണ്ണേ ഇങ്ങോട്ട് വന്നേട്ടാ. എന്താട്ടാ? നിന്റെ ഈ മരമോന്തമ്മ 2 പെടയാ പടച്ചാലുണ്ടല്ലോ. നിന്റെ ഈ കോന്ത്രപ്പല്ല് മുഴുവൻ നീ നിലത്തുനിന്ന് എണ്ണി പറക്കേണ്ടി വരും. കൗണ്ടിങ് ഫ്ലൈയിങ് ഫ്രം ദ ഗ്രൗണ്ട് ടീത്ത്. എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുകയാണ്. നിന്റെ തലമണ്ടയ്ക്ക് അത് എന്തൂട്ടാ പോത്തെ ചേറ. കാശ് തരാത്തോടത്ത് വില കൂടിയ സാധനങ്ങളൊക്കെ ഇവിടെ ഇല്ല നിനക്ക് പറഞ്ഞൂടാ ശവി. അത് ചേട്ടനല്ലേ ഓരോരുത്തർ വരുമ്പോ ആവശ്യമുള്ളത് കൊടുക്കാൻ പറയണേ. അതൊരു ബിസിനസ് ട്രിക്കാണ്. ഞാൻ കൊടുക്കാൻ പറയുമെന്ന് വെച്ചിട്ട് നീ കടം പറയണം. അൽക്കുലത്തുകൾക്കൊക്കെ അന്തവും കുന്തവും ഇല്ലാണ്ട് ചോദിക്കണതൊക്കെ കൊടുക്കാൻ നിൽക്കുക. ഇവറ്റകളുടെ അടുത്ത് അത്രയ്ക്കോട്ട് അല്ലതാനും എന്നാ അത്രയ്ക്കോട്ട് ഇല്ലതാനും എന്ന മട്ടിൽ നിൽക്കണ്ടോ കന്നാലി. സ്ഥലവും ഗ്യാസും വെറുതെ കിട്ടുമ്പോ ലാഭമുള്ളത് കരുതിയാ ഞാൻ ഈ കന്റി തുടങ്ങിയ. ഇപ്പൊ പറ്റു കൊടുത്തില്ലെങ്കിൽ തല്ലും. പറ്റിയ കാശ് ചോദിച്ചാ തല്ലും. സ്റ്റീൽ ഗ്ലാസ് കണ്ടാ കട്ടോണ്ട് പോവും. അത് മാറ്റി കുപ്പി ഗ്ലാസ് ആക്കിയപ്പോ സമരത്തിനും അടിപിടിക്കും എടുത്തോണ്ട് പോയി എറിയും. ഇനി ചിരട്ടെ കൊടുക്കാൻ ചായ. കുഞ്ഞുണ്ണേ ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവണ്ടടാ. ഇവറ്റകള് കാരണം ഞാൻ തെണ്ടും. 100 ഐസാണ്. നിങ്ങളെ രാവിലെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ പറയുമായിരുന്നു. കുഞ്ഞുണ്ണേ സാറന്മാർക്ക് എന്താന്ന് വെച്ചാൽ കൊടുക്ക തിന്നട്ടെ. കണ്ണിലാ കരടാ പോയി. എന്തുട്ടാ അതും പോയി. ഓരോ ബുൾസയും ചായ വാങ്ങിക്കണേ. ബുൾസായ്ക്ക് മുട്ടയില്ല. തങ്കമണിയോട് വാങ്ങിച്ചോണ്ടാ പറ. എന്താ തങ്കമണി മുട്ടയില്ലേ? ഇല്ല, മുട്ട തീർന്നു. തീർന്നെങ്കി വാങ്ങണം. കുഞ്ഞുണ്ണേ കാലത്ത് ഞാൻ മേടിച്ച മുട്ട അകത്തുണ്ട്. സാറന്മാർക്ക് പുഴുങ്ങിക്കൊട വിഴുങ്ങട്ടെ. അവനാ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് പിന്നിലുണ്ട്. ഇത് വെച്ചോ. കുഞ്ഞിനെ ബാബാ നോക്കി നിൽക്കാണ്ട് അണ്ടർ ഫാളിംഗ് ബ്രേക്കിംഗ് മാറ്റർ റിമൂവ്. എന്തിയേട്ടാ? എടാ നിലത്ത് വിടാ പൊട്ട സാധനങ്ങൾ മാറ്റുക. പുറത്താക്കാൻ കച്ചറിയാണ്. എന്തുടനെ പൊട്ട സമരം പറയണമെന്ന് ഇംഗ്ലാബാണ്. പിടിച്ചോ പൊട്ടരുത്. കുഞ്ഞുണ്ണേ എന്താണ്ട് അവിടെ ചുട്ടിക്കളേ. ഡോണ്ട് ഗിവ് ദം വിത്തൗട്ട് ഹാൻഡ് ആൻഡ് അർത്തമാറ്റിക്. ഈ ചെറ്റകൾക്ക് കയ്യും കണക്കില്ലാണ്ടൊന്നും കൊടുക്കണ്ടെന്ന്. എന്താ അവസാനം വിറ്റകളെ എന്നെ എടുത്ത് കോണ കൊടുക്കാനുള്ള സ്ഥിതി ഉണ്ടാക്കും. അത് ഉണ്ടാക്കണ്ടതാ പറഞ്ഞേ. അവിടെയില്ല, ഇവിടെ. ഞാൻ മിനിയെ നോക്കായിരുന്നു. അതെ അതെ, ഞാൻ കണ്ടു. ഞാനിവിടെ വടി പോലെ നിൽക്കുമ്പോ ആ പെണ്ണിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. കാണാൻ കൊള്ളാന്ന് പെമ്പിള്ളാരെ നോക്കാനല്ലേ പിന്നെ ദൈവം കണ്ണെന്ന് പറയുന്ന സാധനം തന്നിരിക്കുന്നത്. പക്ഷെ കണ്ണുണ്ടെന്നും പറഞ്ഞ് കോളേജിൽ നിന്ന് പഠിപ്പിക്കാതെ പെമ്പിള്ളേരെ നോക്കി ഇരുന്നാലേ പിള്ളേര് സാറിന് മര്യാദ പഠിപ്പിക്കും. സാറ് കയറട്ടെ. എങ്ങോട്ടാ? സാറിന്റെ പുതിയ താമസ സ്ഥലത്തേക്ക്. എങ്ങനെയുണ്ട്? വീടൊക്കെ കൊള്ളാം. വലിയ വീടാണല്ലോ. നേരത്തെ താമസിച്ചിരുന്ന വാടകക്കാരെ സാറ് വരുന്നെന്നറിഞ്ഞപ്പോ ഒഴിപ്പിച്ചു. ഇതിന്റെ വാടക എത്ര? 1500 രൂപ. എനിക്ക് ആകെ കിട്ടുന്ന ശമ്പളം 1500 രൂപ. എനിക്കറിയാം. ഓ, അപ്പൊ താൻ ഒരു വഴിയാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. 1500 രൂപ വാടക ഞാൻ കൊടുത്താ പിന്നെന്താ വായു ഭക്ഷണം കഴിക്കോ?
വീട്ടിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണ്ടേ? ആ ചൂടാവാതെ സാറേ. വീട്ടുടമസ്ഥയ്ക്ക് വാടക വേണ്ടെങ്കിലോ? വാടക വേണ്ടെന്നോ? അതെ, ദിസ് ഹൗസ് ബിലോങ്സ് ടു മിസ് മിനിക്കെ നായർ. എനിക്ക് വാടക വേണ്ടെങ്കിലോ? എന്നാലും ദേ, ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മിസ്റ്റർ കരുണാകരൻ നായരോട് സംസാരിച്ചാൽ മതി. അദ്ദേഹമാണ് ഭാവിയിലെ മരുമകനെ ഇവിടെ തന്നെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യാനാ? ദാ, ഇത് ഡൈനിങ് റൂം, അത് ബെഡ്റൂം, ഇത് അടുക്കള. ആ, കഞ്ഞിയും കറിയൊക്കെ തൽക്കാലം തന്നെത്താൻ വെച്ച് കഴിക്കേണ്ടി വരും. അല്ല, സാറിന് കോളേജിൽ പഠിക്കുമ്പോഴേ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒഴിവു ദിവസങ്ങളിൽ ഞാനും കൂടാം ഭക്ഷണം കഴിക്കാൻ. എനിക്ക് ആകെ കൂടെ ഒറ്റ കറിയെ വെക്കാൻ അറിയും. എന്ന് അതും കൂട്ടി ഊണ് കഴിക്കേണ്ടി വരും. എന്ത് കറി? സാമ്പാറെന്നോ പുളിശ്ശേരിയെന്നോ രസമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. തനിക്ക് നിർബന്ധമാണെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് സാംബുളിസാം എന്ന് വിളിക്കാം. ഇംഗ്ലീഷിൽ അതിന് വെജിറ്റബിൾ ക്ലമണ്ടോ എന്ന് പറയും. ക്ലമണ്ടൻ സാറ് തന്നെ കഴിച്ചാൽ മതി. ആ, വുഡ് ബി ഫാദർ ഇൻലോ, വുഡ് ബി സൺ ഇൻലോ ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുക? അതിനെന്താ, കാണാം. എപ്പോ വേണമെങ്കിലും ഞാൻ റെഡി. കോളേജിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. തൽക്കാലം സാറ് പോയി ഒന്ന് കുളിച്ച് റെഡിയാവും. ചെല്ല്. താമസിച്ചാ ഞാനങ്ങ് പോവും. പിന്നെ വഴിയറിയാതെ ചുറ്റിത്തിരിയേണ്ടി വരും. പെണ്ണാളേ ഇവിടെ നിർത്തിയാ മതി. ഞാൻ കോളേജൊക്കെ വന്ന് നടന്ന് കാണട്ടെ. സാറ് വലതുകാലം വെച്ച് തന്നെയാണോ ഇറങ്ങിയത്? ഓ പെണ്ണേ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓ വർക്കി സാർ, എന്നെ മനസ്സിലായോ? പ്രീ ഡിഗ്രിക്ക് ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. രാമേന്ദ്രൻ, എത്ര പേരെ കാണുന്നതാ. എന്നാലും ഓർമ്മ വയ്ക്കാൻ ഇതുപോലെ ചില മുഖങ്ങളുണ്ട്. പെട്ടെന്ന് പിടികിട്ടില്ല. 7-8 കൊല്ലം മുമ്പ് കണ്ടതല്ലേ? 6 കൊല്ലമായി കാണും. സാറെന്നാ ഇങ്ങോട്ട് വന്നത്? വെറുതെ ഒന്ന് അപ്ലൈ ചെയ്തതാ, ഒരു ചേഞ്ചിന് വേണ്ടി. താനെന്താ ഇവിടെ? എനിക്ക് ഇവിടെ അപ്പോയിന്റ്മെന്റ് ആയി, ഇംഗ്ലീഷ് ലെക്ചറായിട്ട്. ഓ, എങ്ങനെ ഒപ്പിച്ചു? ഐ മീൻ, ബുദ്ധിമുട്ടി ഒരു MPയുടെ റെക്കമെൻഡേഷൻ സമ്പാദിച്ചുകൊണ്ട്. എന്തായാലും ആദ്യമായി ജോലി കിട്ടിയത് സാറും കൂടിയുള്ള ഈ കോളേജിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ വേണ്ടായിരുന്നു. കഴിയുന്നത് ഈ പണിക്ക് വരരുത്, പ്രത്യേകിച്ച് ഇക്കാലത്ത്. ബിക്കോസ് നൗ ടീച്ചിങ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കോൺഡ്രൽ. മനസ്സിലായില്ലേ? ഒച്ചെന്ന്. ഒച്ചിന്റെ സുവോളജിക്കൽ നെയിമാണ് പൈല ഗ്ലോബോസ. എന്നെ ഓമനപ്പേര് വിളിച്ചാണെങ്കിലും ഇവന്മാർ സുവോളജി പഠിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. താമസിക്കാതെ രാമേന്ദ്രനും അവർ പേരിട്ടോളും. മുകളിൽ ഇടതുവശത്താണ് പ്രിൻസിപ്പലിന്റെ മുറി. ക്ലാസ് കഴിഞ്ഞ് നേരെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരണം. പോയി ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സർ. ഇവിടെ പഠിക്കുന്നവരിൽ ഭൂരിഭാഗവും ബിഗ് ഷോട്ട്സിന്റെ മക്കളാ. കുറെയൊക്കെ കണ്ട് കണ്ണടയ്ക്കണം, പലതും കേട്ടില്ല എന്ന് നടിക്കണം. എല്ലാവരും മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. പലരും പല തരക്കാരാ. എല്ലാ തരക്കാരുമായിട്ടും ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിലാണ് നമ്മുടെ മിടുക്ക്. എനിവേ, രാമേന്ദ്രന്റെ തുടക്കം ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ സിറ്റിയിലെ ഏറ്റവും വഷളം കോളേജായത്. സമയമായി, ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. താങ്ക് യു സർ. എഴുതടാ.
ആം രഞ്ജി മാത്യു. ആ ഓ സൈലൻസ് സൈലൻസ് അളിയാ കലക്കി. സൈലൻസ്. യോ, നമ്മുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ. മിസ്റ്റർ മുസ്തഫ, will you please keep quiet? Sit down. ഇരിയടാ. I am രാമചന്ദ്രൻ. MG രാമചന്ദ്രനാണോ? അല്ല, സാർ എം എൻ നമ്പ്യാരാണോ? രാമേന്ദ്രന്റെ കൂടെ സീതയും ഹനുമാനൊക്കെ വന്നിട്ടുണ്ടോ? സീത വന്നിട്ടില്ല. ഹനുമാനും 2-3 കുരങ്ങന്മാരും വന്നിട്ടുണ്ട്. അതൊക്കെ ആരാണെന്ന് അറ്റൻഡൻസ് എടുത്ത ശേഷം ഞാൻ പറയാം. ഒന്നാളിയാ. സ്റ്റാൻഡ് അപ്പ്. ഗെറ്റ് ഔട്ട്. സാർ അതൊന്ന് വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും. പലരും ഈ ക്ലാസ്സിലുള്ളവരല്ല. നിങ്ങളെ നേരിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെയും പേര് വിളിക്കാം. അല്ല സാറേ, ഞാൻ ക്ലാസ്സിൽ വന്നിട്ടില്ലേ കൈവക്കി വന്നിട്ടില്ല എന്ന് പറയണോ? ഇതെന്താ പ്രൈമറി സ്കൂളാ? അനിത വന്നിട്ടില്ല. അനിത. വന്നിട്ടില്ല സാറേ. ആന്റണി സക്കറിയ വന്നിട്ടില്ല. അലക്സ് വന്നിട്ടില്ല. അനന്ത പത്മനാഭൻ വന്നിട്ടില്ല. ഈ ക്ലാസ്സിലെ വിദ്യാർത്ഥികളല്ലാത്തവർക്കും ക്ലാസ്സിൽ മനഃപൂർവ്വം ബഹളം ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും ഇതിന്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. Now those who want to leave the class may go out, please. വാടാ. സാർ പുതിയ ആളായതുകൊണ്ട് ഞങ്ങളെ ഒന്നും ശരിക്കറിയില്ല. താമസിയാതെ മനസ്സിലാവും. ഞങ്ങളിപ്പോ പുറത്തു പോകുന്നത് സാറിനെ പേടിച്ചോ ബോർഡിൽ ഇത് എഴുതി വെച്ചതുകൊണ്ടോ അല്ല. ഞാൻ ഈ ക്ലാസ്സിൽ തന്നെയാ. ബഹളം ഉണ്ടാക്കണമെന്നോ പഠിക്കണമെന്നോ തോന്നുമ്പോ വരാം. ആ പിന്നെ വിദ്യാർത്ഥികളോട് എങ്ങനെ പെരുമാറണമെന്ന് സാർ പഠിച്ചു വെക്കുന്നത് നല്ലതാ. വരട്ടെ. Hey, this way. Hey, hello. Hey, this way. ഇതല്ലേ വന്ന വഴി? വന്ന വഴിക്കൊന്നും പോകാൻ പറ്റില്ല സാറേ. മേ ഐ കം ഇൻ സർ? Yes, come in. താങ്ക് യു സർ. Your name? വിനയൻ. ISU സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ്. ISU സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ്. ISU സിന്ദാബാദ്. ISU സിന്ദാബാദ്. ISU സിന്ദാബാദ്. ISU സിന്ദാബാദ്. ISU Hey, സിന്ദാബാദ്. എന്താ കാര്യം? കാര്യമൊന്നും സാർ അറിയണ്ട. സാറിന്റെ പണി നോക്ക്. എന്റെ പണി പഠിപ്പിക്കില്ല, അതാ ഞാൻ നോക്കുന്നത്. എന്തായാലും പഠിത്തമില്ല, സമരം. എന്താ കാരണം? പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കണ്ണൂർ SM കോളേജിൽ വിദ്യാധരൻ എന്നൊരു വിദ്യാർത്ഥി സുഹൃത്തിനെ SFKയുടെ ഗുണ്ടകൾ അതിക്രൂരമായി തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് പഠിപ്പ് മുടക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇറങ്ങി വേണം, ഇറങ്ങി. വിദ്യാധരനെ തൊട്ടു കളിച്ചാൽ ISU സിന്ദാബാദ്. ISU സിന്ദാബാദ്. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. ലൂക്കോ സാറിന്റെ മുഖത്തെന്താ ഒരു തെളിച്ചം? സത്യം പറയാലോ ശശികലെ, ഇന്ന് കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുക പിള്ളേര് സമരം ഉണ്ടാക്കണേന്ന്. കെട്ടിടം പണിയുടെ ലോണിന്റെ കാര്യം ഒന്ന് ശരിയാക്കാൻ പോണെന്ന് 2 ദിവസമായി വിചാരിക്കുന്നതാ. ഇപ്പൊ കോൾ അടിച്ചില്ലേ? ആ ചെല്ലട്ടെ. 16-ാം തീയതി എനിക്ക് കൊല്ലത്തൊരു കല്യാണമുണ്ട്. പോവാതിരിക്കാൻ പറ്റില്ല. ഉണ്ടായിരുന്ന ലീവൊക്കെ പെമ്പർന്നോരുടെ പ്രസവ സമയത്ത് എടുത്തു തീർത്തു. എന്റെ ഗുരുവായൂരപ്പാ, അന്നൊരു സമരം ഉണ്ടായി കിട്ടിയാ ഞാൻ രക്ഷപ്പെട്ടു. കാലത്തെ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് സ്ഥലം വിട്ടാ ലോസോപ്പെ കൂടാതെ കഴിയാമല്ലോ. അത് ശരിയാ. അല്ല രാമേന്ദ്ര, ഒരു കാര്യം പറയണമെന്ന് വെച്ചിട്ട് കുറെ ദിവസമായി. എന്താ? ഒരു സൈഡ് ബിസിനസ്സും കൂടെ ആയിക്കൂടെ? മനസ്സിലായില്ല. ഈ 3:30 മണിക്ക് കോളേജ് വിട്ടാ പിന്നെ വീട്ടിലെന്താ ജോലി? പ്രത്യേകിച്ചൊന്നുമില്ല. അതാ പറഞ്ഞത്, ആ നേരത്തെ ഒരു 10 കാശുണ്ടായിക്കൂടെ എന്ന്. എങ്ങനെ? 10 പിള്ളേർക്ക് ട്യൂഷൻ ആയാലേ മാസം 10,500 രൂപ വീണ് കിട്ടില്ലേ?
എനിക്ക് 20 പിള്ളേരുണ്ട്. ഇനി കൂടിയാ ശരിയാവില്ല. 10 പിള്ളേരെ ഞാൻ വീട്ടിലേക്ക് അയക്കാം. എനിക്ക് കമ്മീഷൻ തന്നാ മതി. അധ്യാപക വൃത്തി ഒരു ബിസിനസ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാവുമ്പോ സാറിനെ അറിയിക്കാം. നീ ഗാനം മറന്നോ, നാണം വന്നോ, മിണ്ടാത്തതെന്താണു തത്തേ, ഒന്നും മിണ്ടാത്തതെന്താണു തത്തേ. നീ മിണ്ടരുത്. നിനക്ക് മിണ്ടാൻ അവകാശമില്ല. അനുസരണമുള്ളവരുടെ സ്നേഹം തോന്നൂ. മനസ്സിലായോ? ആരെ കാണിക്കാനാ ഈ മോന്തയും വീർപ്പിച്ചിരിക്കുന്നത്? എനിക്കറിയാൻ മേത്തൊരു ചോദിക്കുക. നിനക്കൊക്കെ എന്താ അവിടെ കുഴപ്പം? എനിക്കറിയാം, ഞാൻ തന്നെ കുഴപ്പക്കാരൻ. ഞാനാ നിന്നെ കൊഞ്ചിച്ച് വഷളാക്കിയത്. സാർ ആരോടാ ഈ സംസാരിക്കുന്നത്? ഇവരോടാ. ഇവരാവുമ്പോ ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കൂല, ബഹളമില്ല, കല്ലേറില്ല, എന്നെ അനുസരിക്കും. ഒരു പ്രശ്നവുമില്ല, സുഖം. അത് കൊള്ളാം. സാർ ഇറങ്ങുന്നില്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരെ വിട്ടു പോവാൻ തോന്നുന്നില്ല. ഇവരുടെ കൂടെ ഇവിടെ തന്നെ താമസമാക്കിയാലോ എന്ന് വരെ ഞാൻ ആലോചിക്കാറുണ്ട്. ദിസ് ഈസ് മൈ ഫാമിലി. ഇവിടുത്തെ വിദ്യാർത്ഥികളോടും അധ്യാപകരോടുമുള്ള സഹവാസത്തേക്കാൾ നല്ലതാണ് ഈ ജീവികളോടൊപ്പം കഴിയുന്നത്. രാമേന്ദ്രന് മടുത്തു തുടങ്ങിയോ? എങ്ങനെ മടുക്കായിരിക്കും സാർ? ഒരു കാരണവുമില്ലാതെ സമരം ചെയ്യാൻ നടക്കുന്ന കുറെ വിദ്യാർത്ഥികൾ, അവർ സമരം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കുറെ അധ്യാപകന്മാർ, പിന്നെ എങ്ങനെ ഇവിടെ നന്നാവും? ഇവിടെ ഇങ്ങനൊക്കെ നടക്കൂ. തുടക്കക്കാരനായതുകൊണ്ടാണ് രാമേന്ദ്രൻ ഇത്രയും വിഷമം. കുറെ കഴിയുമ്പോ തനിക്കും ഇതൊക്കെ തികച്ചോളും. അല്ലേൽ മനസ്സ് മരവിച്ചോളും. ഇത് പിള്ളേർക്കുള്ളതാ. സാറന്മാർക്ക് സ്റ്റാഫ് റൂമിന്റെ അടുത്താ. അറിയാം. എന്താ ഇവിടെ? ഞാൻ വിനീന്റെ കൂടെ വന്നതാ. നല്ല ചോദ്യം. സാധാരണ മനുഷ്യർ ടോയ്ലറ്റ് വരുന്നതിനാ? അപ്പോ നിങ്ങളോടല്ല പറഞ്ഞ. നിങ്ങളേതായാലും സാധാരണ ആളുകൾ വരുന്ന കാര്യത്തിനല്ല വന്നതെന്ന് തോന്നുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് ആർക്കും അറിയില്ല. Come with me. എന്താ ഇത്? ബ്രൗൺ ഷുഗർ, കഞ്ചാവിന്റെയും ഹാഷിഷിന്റെയും പിൻഗാമി, വിലയിലും വീര്യത്തിലും അതിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നവൻ, അടുത്ത ജനറേഷനെ കാർന്നു നിന്ന ക്യാൻസർ. കൂടുതൽ പറയണോ? ഇവരെന്നെ കണ്ട് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചതാണ്. അല്ല സർ, ഞങ്ങൾ യൂറിൻ ഷെഡിനകത്ത് ചെല്ലുമ്പോൾ അതിനകത്ത് രണ്ടുപേരുണ്ടായിരുന്നു. അതിനു മുമ്പ് അവിടെ പലരും വരെയും പോവുകയും ചെയ്തതാ. അവരാരെങ്കിലും കൊണ്ടിട്ടായിരിക്കും. അല്ല, ഇവര് തന്നെയാണ് ഇതിന്റെ പിന്നിൽ. ഞങ്ങൾ പറയുന്നത് അത് രാമേന്ദ്ര സാറിനെ കൊണ്ടിട്ടെന്ന്. എങ്കിലോ? എന്തിന്? സാറിനറിയാമല്ലോ, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ബാച്ചിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥിയാണ് ഞാൻ. പക്ഷെ രാമേന്ദ്രൻ സാർ വന്ന മുതൽ പുള്ളിക്ക് എന്നോടൊന്ന് വൈരാഗ്യം പോലെ. പഠിക്കാനായി ചെല്ലുന്ന എന്നെ പുള്ളി ക്ലാസ്സിൽ കയറ്റാറില്ല. പഠിക്കാനായിട്ടല്ല സാർ, സമരം ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനുമാണ് ഇവന്മാര് വരുന്നത്. ശരി, ഇനി യൂറിൻ ഷെഡിൽ പോകുമ്പോ നിങ്ങൾ ഓരോരുത്തരായിട്ട് പോയാൽ മതി, ഒന്നിച്ച് പോകണ്ട. ഓക്കെ സർ, ഇറ്റ്സ് എ വാർണിംഗ്. യു ക്യാൻ ഗോ നൗ. താങ്ക് യു സർ. സാർ എന്താ അവരെ സസ്പെൻഡ് ചെയ്യാത്തത്? കോളേജ് ക്യാമ്പസിനുള്ളിൽ ഡ്രഗ് സെയിൽ നടത്തുന്നത് വലിയ ക്രൈം തന്നെയാ, ഐ അഗ്രി. പക്ഷേ നമുക്കെന്താ ഒരു തെളിവ്? അവര് പറഞ്ഞത് ശരിയല്ലേ? ദിവസം എത്ര പേരാ യൂറിൻ ഷെഡിൽ പോകുന്നതാ? അവരുടെ കയ്യിൽ നിന്നല്ല നിങ്ങൾക്കത് കിട്ടിയത്. സോ വി ഡോണ്ട് ഹാവ് എ വാട്ടർ ടൈറ്റ് കേസ്. പിന്നെ മിസ്റ്റർ രാമേന്ദ്രൻ, ആ പിള്ളേര് ഇവിടുത്തെ വലിയ ആളുകളുടെയൊക്കെ മക്കളാ. നിങ്ങൾ വെറുതെ ഏടാകൂടത്തിനൊന്നും പോകണ്ട.